നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ആയുധം വന്ന വഴി തേടി. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തിരിച്ചറിയാൻ ഇന്ത്യ അമേരിക്കൻ സഹായം തേടും. കേന്ദ്ര തീരുമാനം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ കണ്ടെടുത്ത പശ്ചാത്തലത്തിൽ ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ പാകിസ്ഥാന്റെ തണുപ്പൻ നിലപാടിനെ തുടർന്ന് മാറ്റിവച്ച നയതന്ത്ര ചർച്ച ഈ മാസം അവസാനം നടക്കുമെന്ന് റിപ്പോർട്ട്. കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കം ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ സെക്രട്ടറിമാർ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ. ജെയ്ഷെ മുഹമ്മദിന്റെ ആക്രമണത്തിൽ ഇന്ത്യയുടെ അന്വേഷണം തുടരുന്നതിനിടെ കൂടുതൽ ഭീകരർ രാജ്യത്തേക്ക് കടന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ്. 10ഓളം പാക് ഭീകരർ അതിർത്തി കടന്നതായി IB മേധാവി വെളിപ്പെടുത്തിയത് ആഭ്യന്തര സുരക്ഷ വിലയിരുത്താൻ ചേർന്ന നിർണായക യോഗത്തിൽ. കുരുക്കഴിയാത്ത ദുരൂഹത. ഉത്തരം തേടുന്ന ചോദ്യങ്ങൾ ഉയർത്തി സുനന്ദ പുഷ്കറുടെ ദുരൂഹ മരണക്കേസ് വീണ്ടും ദേശീയ ശ്രദ്ധയിൽ. സുനന്ദയുടേത് അസ്വാഭാവിക മരണം തന്നെയെന്ന സ്ഥിരീകരണവുമായി എയിംസ് മെഡിക്കൽ റിപ്പോർട്ട് ഡൽഹി പോലീസിന് ലഭിച്ചത് ഇന്നലെ. കേസിൽ വീണ്ടും വിശദാന്വേഷണം നടത്തുമെന്ന് കമ്മീഷണർ BS ബസി. ശശി തരൂർ MPയുടെ ഭാര്യ സുനന്ദ മരണപ്പെട്ടത് വിഷം ഉള്ളിൽ ചെന്ന് തന്നെയെന്ന് കണ്ടെത്തിയത് ആന്തരാവയവ പരിശോധന നടത്തിയ വാഷിംഗ്ടണിലെ FBI ഫോറൻസിക് ലാബ്. റിപ്പോർട്ടിലെ നിഗമനങ്ങൾ ശരിവച്ച് എയിംസ് ആശുപത്രി ഫോറൻസിക് മേധാവി ഡോക്ടർ സുധീർ ഗുപ്ത. റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഉള്ളിൽ ചെന്നല്ല മരണമെന്നും എന്നാൽ മരണകാരണം വിഷം തന്നെയെന്നും പരിശോധനാ റിപ്പോർട്ട്. വിഷം എങ്ങനെ ശരീരത്തിലെത്തിയെന്ന് പറയാനാവില്ല. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതുൾപ്പെടെ വിശദ അന്വേഷണത്തിന് ഡൽഹി പോലീസ്. കൂട്ടിയും കുറച്ചും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ കുറവ്. പെട്രോൾ ലിറ്ററിന് 32 പൈസയും ഡീസലിന് 85 പൈസയും കുറച്ചു. പുതുക്കിയ വില ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. എണ്ണ കമ്പനികൾ വില കുറച്ചപ്പോൾ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് സർക്കാരിന്റെ തിരിച്ചടി. എക്സൈസ് ഡ്യൂട്ടിയിൽ പെട്രോളിന് 75 പൈസയും ഡീസലിന് 2 രൂപയുടെയും വർധനവ്. നികുതി വർധനവ് ചില്ലറ വിൽപ്പന വിലയിൽ ബാധകമാകില്ല. വിവാദങ്ങളിൽ വഴിചവിട്ടാതെ. ലാവ്ലിൻ വിവാദങ്ങൾക്കിടെ വികസന അജണ്ടയുമായി പിണറായിയുടെ നവകേരള യാത്ര കാസർഗോഡ് പര്യടനത്തിൽ. കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഗൂഢനീക്കങ്ങൾ ജാഥയെ ബാധിക്കില്ലെന്ന് പിണറായി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM പ്രചരണത്തിന് അരങ്ങുണർത്തുന്ന നവകേരള യാത്രയ്ക്ക് കാസർഗോഡ് ഉപ്പളയിൽ തുടക്കമായത് ഇന്നലെ വൈകിട്ട്. അഴിമതിരഹിത വികസനം പാർട്ടിയുടെ ലക്ഷ്യമെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്ത മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. രാജ്യത്ത് അധികാരമാറ്റം അനിവാര്യമാണെന്നും ആ മാറ്റം കേരളത്തിൽ നിന്ന് തുടങ്ങണമെന്നും ഉദ്ഘാടന വേദിയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കാസർഗോഡ് 3 സ്വീകരണത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ നവകേരള യാത്ര കണ്ണൂർ ജില്ലാ പര്യടനം തുടങ്ങും. ജാഥാ സമാപനം തിരുവനന്തപുരത്ത് ഫെബ്രുവരി 14. തട്ടിപ്പിന്റെ ഇരട്ടിപ്പ്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൂക്ഷ്മ പരിശോധനയിൽ പുറത്തായത് 4.25 ലക്ഷത്തിലധികം പേർ. 3,88,688 പേർ വോട്ടർ പട്ടികയിൽ പുതുതായി ഇടം നേടിയപ്പോൾ ഇരട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഒഴിവാക്കിയത് 4,85,952 പേരുകൾ. പുറത്താക്കൽ നടപടി. സംശയം തോന്നുന്നവരുടെ പേരുകൾ സോഫ്റ്റ്വെയർ സഹായത്തോടെ സൂക്ഷ്മ പരിശോധന നടത്തി ബൂത്ത് തല ഓഫീസിലെ രേഖകളും പരിശോധിച്ച ശേഷം ചില പേരുകൾ 3 തവണ വരെ പട്ടികയിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തൽ. പട്ടിക പരിശോധന തുടരും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.